അതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്ത് ഇത്തിരി വെച്ചിട്ടാട്ടോ ഒഴിച്ച് കൊടുത്ത്. അതിന് ശേഷം മിൽക്കി ബാർ പൊട്ടിച്ചിട്ട് അതിൽ എന്താ പറയുക, ഒരു ഇതായിട്ട് ഇടുന്നെങ്കിൽ ഇട്ടോ, അല്ലെങ്കിൽ ഓരോ ഇതായിട്ട് പൊട്ടിച്ച് ഇടുന്നതായിരിക്കും നല്ലത്, തേക്കാൻ എനിക്ക് എൻ്റെ ഒരു മിൽക്കി ബാർ ഉള്ളതുകൊണ്ട് ഞാൻ പൊട്ടിച്ചാട്ടോ ഇട്ട് കൊടുത്തത്. എന്നിട്ട് നമ്മളിനി ചെയ്യേണ്ടത് അതിൻ്റെ മുകളിലോട്ട് ബാക്കി ചോക്ലേറ്റിൻ്റെ സംഭവം ഒഴിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ മണ്ടലോട്ട് ഇനി ബട്ടറൊന്നും ഇടണമെന്നില്ല കേട്ടോ. പിന്നെ അടച്ച് വെച്ച് വേവിച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം, പക്ഷേ ഈ മറ്റേ എന്തെങ്കിലും കൊണ്ട് കുത്തി നോക്കണം, ഇരിക്കില്ലയോ അല്ലെങ്കിൽ ഈ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് കുത്തി നോക്കണം. അപ്പം അതിലിത് ഒട്ടി പിടിക്കുന്നില്ല എന്ന് കാണുവാണെങ്കിൽ അതാണ് ഇതിൻ്റെ പരുവം. ആവിയൊക്കെ വന്നു തുടങ്ങി. ഞാൻ അപ്പത്തേന് തുറന്ന് നോക്കുവാണ്. കണ്ടോ, നമ്മുടെ കറുത്ത ഇഡ്ഡലി റെഡി ആയിരിക്കുകയാണ്. ഓരോന്നിലിങ്ങനെ